Hello dear friends, it's me Nevan from MS Solutions. MS Solutions ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മുടെ ബോട്ടണിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം ഫഞ്ചൈ എന്ന് പറഞ്ഞൊരു കിങ്ഡം പഠിക്കാനുണ്ട് അല്ലെ. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. എന്നാലും അതിലെ 4 ക്ലാസ്സുകളും അതിന്റെ എക്സാമ്പിളുകളും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ. സോ അതിന് നല്ലൊരു പരിഹാരമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. നോക്കണം 4 ക്ലാസ്സുകൾ ഏതൊക്കെയാ? ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബസീഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസെറ്റ്സ് അല്ലെ. ഫുൾ ഒരു മൈസെറ്റ്സിന്റെ കളിയാണ്, കുഴപ്പമില്ല. സോ ഫൈക്കോമൈസെറ്റ്സിന് എക്സാമ്പിൾ അതാണ് എന്ത്? ഫൈക്കോമൈസെറ്റ്സിന് എക്സാമ്പിൾ ആണ് മ്യൂക്കർ, റൈസോപ്പസ്, അൽബുഗോ. എന്താ കോഡ്? നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് എക്സാമ്പിളുകൾ പഠിക്കുന്നത്, അപ്പൊ മാറിപ്പോയില്ല. ഓക്കെ, നിങ്ങളൊരു സീൻ ആലോചിച്ചാൽ മതി. നമ്മുടെ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ പൈസ എടുത്തു വെക്കുന്നത് ഈ അരിപ്പാത്രത്തിന്റെ ഉള്ളിലാണ്. നമ്മളൊന്നും എടുക്കാതെ, സാറിന്റെ ഉമ്മയൊക്കെ അങ്ങനെയാണ്. സാറ് പൈസ ഒന്നും കട്ടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പാത്രത്തിന്റെ ഉള്ളിൽ പൈസ എടുത്തു വെക്കും. അപ്പൊ ഞാനൊരു ദിവസം നമ്മുടെ അടുക്കളയിലേക്ക് പോയി, കിച്ചണിലേക്ക് പോയപ്പോ ഈ അരിപ്പാത്രം എന്റെ കാല് തട്ടിയിട്ട് താഴത്തേക്ക് വീണ്. ആ ഒരു സമയത്ത് അതിനകത്ത് നിറയെ പൈസ കെട്ട്. നിങ്ങൾ ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. സാറ് അരിപ്പാത്രം കാലുകൊണ്ട് അരിപ്പാത്രം അല്ലെ, അരിപ്പാത്രം റൈസോപ്പസ്, അരിപ്പാത്രം ഓക്കെ, റൈസിന്റെ പാത്രം റൈസോപ്പസ് ഓക്കെ. അത് തട്ടി വീണപ്പോ അതിന്റെ അകത്ത് നിറയെ പൈസ കെട്ട്. അത് കണ്ടപ്പോ സാർ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു അല്ലെ. അൽബുഗോ, അത്ഭുതപ്പെട്ടു ഓക്കെ. അത്ഭുതപ്പെടുമ്പോ നമ്മൾ എങ്ങനെ നിൽക്കുക? മൂക്കത്ത് ഇതെങ്ങനെ കൈവച്ച് നിൽക്കും അല്ലെ, ശരിയല്ലേ? സോ മ്യൂക്കർ. അപ്പൊ 3 എക്സാമ്പിളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. റൈസോപ്പസ്, അൽബുഗോ, മ്യൂക്കർ. എന്തിന്റെ എക്സാമ്പിളാ? ഫൈക്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിളാ. എടാ ഇങ്ങനെ നമ്മൾ ഇപ്പൊ സാറ് പൈസ എടുക്കാതിരിക്കാൻ വേണ്ടി സാറ് ഉമ്മ ഈ പൈസ അരിപാത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചു അല്ലെ. ഇതൊക്കെ നല്ല ഉമ്മമാര് ചെയ്യുന്നതാണോ? ഒരു സൈക്കോത്തരാണ് അല്ലെ, സൈക്കോ ആയിട്ടുള്ള മദറാണ് എന്റെ. സോ സൈക്കോത്തരാണ്. സോ ഫൈക്കോമൈസെറ്റ്സ്, സൈക്കോ ദാറ്റ് മീൻസ് ഫൈക്കോ അല്ലെ, ഫൈക്കോമൈസെറ്റ്സ്. സോ ഫൈക്കോ ആയിട്ടുള്ള മദർ അരിപാത്രത്തിലാണ് പൈസ എടുത്തു വെച്ചത്. അത് കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ മൂക്കത്ത് കൈവച്ച് ഇങ്ങനെ നിന്നു ഓക്കെ. സോ ഫൈക്കോമൈസെറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസോപ്പസ്, അൽബുഗോ, മ്യൂക്കർ. കിട്ടിയോ? പിന്നെ നമ്മൾ റൈസോപ്പസ് ബ്രെഡ് മോൾഡ് ആണ്. നമ്മളെ ബ്രെഡിന്റെ മുകളിൽ വരുന്ന പൂപ്പലാണ് റൈസോപ്പസ്. അതുപോലെ അൽബുഗോ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് പ്ലാന്റിന്റെ അല്ലെങ്കിൽ മസ്റ്റാർഡ് ലീഫിന്റെ മുകളിൽ വരുന്ന ആ വൈറ്റ് സ്പോട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസീസിനെയാണ്, ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ് അൽബുഗോ എന്ന് പറഞ്ഞാൽ ഓക്കെ. അതും കൂടി പഠിക്കാം. ഇനി നേരെ ആസ്കോമൈസെറ്റ്സ്. ആസ്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിളുകളും ഇതേപോലെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അസ്പെർജില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ. എടാ ഇതാണ് കോഡ് കേട്ടോ. അസറപ്പ് എന്ന് പറഞ്ഞ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, അസറപ്പ് ഓക്കെ. അസറപ്പ് ഭയങ്കര ഞരമ്പ് രോഗിയാണ് ഓക്കെ. നമ്മുടെ നാട്ടിലേക്ക് ഞരമ്പ് രോഗി പറഞ്ഞാൽ എന്താ? പെൺകുട്ടികളെ വായി നോക്കുന്ന അല്ലെ, പെൺകുട്ടികളെ പോയി തോണ്ടുന്നൊക്കെ ആളാണ് ഞരമ്പ് രോഗി അറിയാം. ഇവന് ഭയങ്കര ഞരമ്പ് രോഗ. ഇവൻ പോയിട്ട് ഒരു പെൺകുട്ടിനെ പോയിട്ട് തോണ്ടി പാടെ ഓന്റെ മുഖത്തേക്ക് ഇട്ടിട്ട് ഒരു അടി അങ്ങോട്ട് കിട്ടി. എങ്ങനെ കിട്ടിയെന്നറിയോ? ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, നല്ല ഫോഴ്സിൽ അങ്ങോട്ട് അടിച്ച ഒരു ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അടി കിട്ടും അല്ലെ. സോ അസറപ്പ് നമ്മുടെ അസ്പെർജില്ലസ് ആണ്. എന്ത് ഡിസീസാ? ന്യൂറോപ്പതിയാണ് അല്ലെങ്കിൽ ന്യൂറോ ഡിസീസ് ആണ്. എന്താ? ഞരമ്പിന് ഒരു ചെറിയ പോരായ്മ ഉണ്ട്. സോ ന്യൂറോസ്പോറ പറഞ്ഞ വേറൊരു പെൺകുട്ടിനെ പോയി തോണ്ടിയപ്പോ എന്ത് കിട്ടി? അടി കിട്ടി, ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അടി കിട്ടി, ക്ലാവിസെപ്സ് ഓക്കെ. സോ 3 എണ്ണം. ഈ അസറപ്പിനെ ആരുമായിട്ട് കണക്ട് ചെയ്യുക? അസ്കോ അല്ലെ, അസറപ്പ് അസ്കോ, ഒരു പ്രൊനൗൺസിയേഷൻ സിമിലാരിറ്റി വരുന്നില്ലേ? സോ അസ്കോ, അസറപ്പ്. അസറപ്പിന് ന്യൂറോ ആണ്, ന്യൂറോസ്പോറ ഓക്കെ. എങ്ങനെ അടി കിട്ടിയത്? ക്ലാവിസെപ്സ് എന്ന് പറഞ്ഞ് അടി കിട്ടി ഓക്കെ. സോ അതാണ് ആസ്കോമൈസെറ്റ്സിന്റെ 3 എക്സാമ്പിളുകൾ. മാറിപ്പോയില്ല, കോഡ് വെച്ച് പഠിച്ചാല് മാറിപ്പോയില്ല ഓക്കെ. ഇനി ന്യൂറോസ്പോറ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതുകൂടിയും പഠിക്കണം. ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബയോകെമിസ്ട്രി പഠിക്കുന്നപ്പോഴും അതുപോലെ തന്നെ ജെനറ്റിക്സ് പഠിക്കാനൊക്കെ നമ്മൾ ന്യൂറോസ്പോറനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ആസ്കോമൈസെറ്റ്സുകൾ ഉണ്ട് ഓക്കെ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഡെലീഷ്യസ് ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ചില ഫംഗസുകൾ ഉണ്ട്. ദാറ്റ് ഈസ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. അവരെ പറയുന്ന പേരാണ് മോറൽസും ട്രഫിൾസും ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? ഇനി അടുത്ത നോക്കിയേ, ബസീഡിയോമൈസെറ്റ്സ്. എന്താ? അഗാരിക്കസ്, ഉസ്തിലാഗോ, പക്സീനിയ. കോഡ് എന്താണെന്നറിയോ? നമ്മള് ബസ്സില് നമ്മളെ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു രാജ്യമാണ് അല്ലെ, ഉസ്ബെക്കിസ്ഥാൻ ഓക്കെ. അങ്ങോട്ട് ബസ്സിൽ പോവാണ്. എങ്ങനെ പോകണമെന്ന് അറിയോ? അർജന്റ് ആയിട്ട് പോകണം. അവിടെ പോയിട്ട് വലിയൊരു കാര്യമുണ്ട്, ബാത്റൂമിൽ പോകാനാണല്ലോ, അർജന്റ് ആയിട്ട് പോകണം ഓക്കെ. അർജന്റ് ആയിട്ട് പോകണം. എങ്ങനെ പോകണം? പറന്നു പോകണം. ആരെ പോലെ? പക്ഷിയുടെ പോലെ പറന്നു പോകണം. അപ്പോ ബസ്സില്
ഉസ്ബെക്കിസ്ഥാനിലേക്ക് അർജന്റ് ആയിട്ട് പക്ഷിയുടെ പോലെ പറന്നു പോണം. ഓക്കെ, സോ ബസീഡിയോമൈസെറ്റ്സ് അഗാരിക്കസ് ഉസ്തിലാഗോ പക്സീനിയ. ഓക്കെ, അഗാരിക്കസ് അർജന്റ് ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഉസ്തിലാഗോ പക്സീനിയ പക്ഷിയുടെ പോലെ പറന്നു പോണം. ഏതിലാ പോണ്ടേ? ബസ്സിലാ പോണ്ടത്, ബസീഡിയോമൈസെറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? സോ അഗാരിക്കസ് കോമൺ നെയിം മഷ്റൂം ആണ്, ഉസ്തിലാഗോ സ്മട്ടാണ്, പക്സീനിയ റെസ്റ്റ് ഡിസീസ് ആണ്. ഇവിടെ അഗാരിക്കസ് നമ്മുടെ സാധാരണ കൂണ് അല്ലെ, ഉസ്തിലാഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസിൽ വരുന്ന ഒരു ഡിസീസ് ആണ്. അതുപോലെ തന്നെ ഉസ്തിലാഗോ സ്മട്ട് ഡിസീസ് അത് ഉണ്ടാക്കുന്ന ആളാണ് ഉസ്തിലാഗോ. അടുത്തത് പക്സീനിയ നമ്മുടെ വീറ്റ് റെസ്റ്റ് അഥവാ നമ്മുടെ ഗോതമ്പിലൊക്കെ തുരുമ്പിച്ച പോലെ കാണുന്ന ആ ഒരു കാര്യമാണ് വീറ്റ് റെസ്റ്റ്, അത് ഉണ്ടാക്കുന്നത് പക്സീനിയ ആണ്. ഓക്കെ അല്ലെ? ഇത്രയാണ് നമ്മുടെ ബസീഡിയോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ. സോ എക്സാമ്പിളുകളുടെ കോഡ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല. അടുത്ത ഒരു ക്ലാസ് ആയിരുന്നു ഡ്യൂട്രോമൈസെറ്റ്സ് അല്ലെ, കോമൺലി കാൾഡ് ഇംപെർഫെക്റ്റ് ഫംജൈ. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ് നമുക്ക് പഠിച്ചാണ്. സോ നമ്മൾ അതിന്റെ എക്സാമ്പിളുകളാണ് നോക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ നമ്മുടെ കളക്ടർ, നമ്മുടെ ജില്ലാ കളക്ടർ അല്ലെ, ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടറേറ്റിക്ക് പോവാണ്. കളക്ടറേറ്റിക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്നും കാറിൽ പോയിട്ട് ഇദ്ദേഹം മടുത്ത് ഒരു പ്രാവശ്യം ട്രെയിനിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ കാറിൽ പോയി മടുത്തത് അയാള് കാർ ഒന്ന് അൾട്ടർ ചെയ്തിട്ട് എങ്ങനെയാ പോയത്? ട്രെയിനിൽ പോയി. ഓക്കെ, ട്രെയിനിൽ പോയി. ഓക്കെ, സോ ഇത്രയാണ് ഡ്യൂട്രോമൈസെറ്റ്സ്. ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പോവാണ്? ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കളക്ടർ പോവാണ്. കളക്ടർ പോവാണ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നും കാറ് പോയിട്ട് മടുത്തു. അപ്പൊ ഒന്ന് വാഹനം അദ്ദേഹം പോകുന്ന വണ്ടി ഒന്ന് അൾട്ടർ ചെയ്തു. അൾട്ടറിനേറിയ ഇപ്പൊ ഏതിലാ പോകുന്നത്? ട്രെയിനിലാണ് പോകുന്നത്, ട്രൈക്കോഡർമ. ഓക്കെ, ഏതിലാ പോകുന്നത്? ട്രെയിനിലാ പോകുന്നത്, ട്രൈക്കോഡർമ. സോ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി കളക്ടർ അദ്ദേഹത്തിന്റെ കാർ ഒന്ന് അൾട്ടർ ചെയ്തിട്ട് ട്രെയിനിൽ പോയി. ഓക്കെ, സോ ഈ ഒരു കോഡ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഡ്യൂട്രോമൈസെറ്റ്സിന് എക്സാമ്പിൾ ആണ് കളക്ടോട്രിക്കം, അൾട്ടർനേറിയ ആൻഡ് ട്രൈക്കോഡർമ. കിട്ടിയോ? സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കോഡ് നമ്മുടെ എക്സാമ്പിളുകളും അതുപോലെ ക്ലാസ്സുകളും തമ്മിൽ എന്ത് ചെയ്യില്ല, മാറിപ്പോവില്ല. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം, പ്രത്യേകിച്ച് മാച്ച് ദ ഫോളോയിങ് ഒക്കെ തരുമ്പോൾ ഇതാണോ ഇത് എന്നുള്ള. സോ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് നല്ല വൃത്തിക്കാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പിക്ചർ നോക്കുന്നുണ്ട്. ഈ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സാർ ഈ പിക്ചർ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതേപോലത്തെ അടിപൊളി ട്രിക്കുകളായിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മള് ഈ ആഗസ്റ്റ് 15-ാം തീയതി കൃത്യം 7:15 ലൈവിൽ വരുന്നതാണ്. പക്കാ ഷുവർ ക്വസ്റ്റ്യൻസും അതിനെങ്ങനെ നമുക്ക് രസകരമായിട്ട് ആൻസർ എഴുതാം, ഫുൾ മാർക്ക് എങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുക്കാം, ഏത് ചാപ്റ്ററിന്റെ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ. സോ സാറ് വരുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എന്തായാലും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓണം എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുക ഈ ചാപ്റ്റർ എന്നുള്ളത്. അങ്ങനെ ഓരോ ചാപ്റ്ററും നമ്മൾ ലൈവുകളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ 7:15 നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ.